Hi guys, welcome back to a new video. In this video we will have a discussion of the lesson The School for Sympathy, written by Edward Lucas. 8th Standard English textbookile പ്രശസ്ത ഇംഗ്ലീഷ് റൈറ്ററായ എഡ്വേർഡ് ലൂക്കാസ് എഴുതിയ The School for Sympathy എന്ന ലെസനാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Schools are centers of learning where we acquire knowledge and share our experiences. Let's visit a school and find out how students learn and share their experiences. വിദ്യാലയങ്ങൾ അറിവിന്റെ കേന്ദ്രങ്ങളാണ്. ഒരുപാട് അറിവുകളും ജീവിതാനുഭവങ്ങളും നമ്മൾ സ്വായത്തമാക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണ്. ഈ ഒരു ലെസണിൽ വളരെ വ്യത്യസ്തമായ ഒരു വിദ്യാലയത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെയുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നതെന്നും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതെന്നും നമുക്ക് ഈ പാഠത്തിലൂടെ വായിച്ച് മനസ്സിലാക്കാം. I had heard a lot about Miss Beam's school, but I did not get the chance to visit it till last week. The School for Sympathy. This lesson is presented in the first person narration. Edward Lucas says, I had heard a lot about Miss Beam's school, but I did not get the chance to visit it till last week. Miss Beamന്റെ സ്കൂളിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ ആഴ്ച വരെ അത് സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നില്ല. When I arrived at the school, I saw a girl of about 12 with her eyes covered with a bandage being led carefully between the flower beds by a little boy of 8. She stopped and asked who it was that had come in, and he seemed to be describing me to her. Then they passed on. എഡ്വേർഡ് ലൂക്കസ് തുടരുകയാണ്. ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ഏതാണ്ട് 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. അവളുടെ കണ്ണുകൾ ബാൻഡേജ് കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഏതാണ്ട് 8 വയസ്സുള്ള ഒരു ആൺകുട്ടി അവളെ ശ്രദ്ധയോടുകൂടി പൂത്തടങ്ങൾക്കിടയിലൂടെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. അവൾ നടത്തം നിർത്തിയിട്ട് ആരാണ് വന്നതെന്ന് ചോദിച്ചു. ആൺകുട്ടി എന്നെക്കുറിച്ച് അവളോട് പറഞ്ഞതായി തോന്നി. അവർ എന്നെ കടന്നുപോയി. മിസ് ബീം വാസ് ഓൾ ദാറ്റ് ഐ ഹാഡ് എക്സ്പെക്ടഡ്. മിഡിൽ ഏജ്ഡ്, അതോറിറ്റേറ്റീവ്, കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. Her hair was beginning to turn grey, and her round figure was likely to be comforting to a homesick child. E.V. ലൂക്കാസ് മിസ് ബീമിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മധ്യവയസ്കയായ, ആജ്ഞാശക്തിയുള്ള, ദയയും വിവേകവുമുള്ള ഒരു സ്ത്രീയായിരുന്നു മിസ് ബീം. അവരുടെ തലമുടി നരച്ചു തുടങ്ങിയിരുന്നു. അവരുടെ ഉരുണ്ട ശരീരം ഗൃഹാതുരത്വമുള്ള ഒരു കുട്ടിയെ ആശ്വസിപ്പിച്ചേക്കാം. We chatted for a while, and when I asked her some questions about her teaching methods, which I had heard were simple, she said, we teach only those things that are simple and useful to pupils. Spelling, adding, subtracting, multiplying, writing, etc. The rest is done by reading to them and giving them interesting tasks. There are practically no other lessons. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം വളരെ ലളിതമാണെന്ന് ഞാൻ നേരത്തെ തന്നെ കേട്ടിരുന്ന അവരുടെ അധ്യാപന രീതിയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ സ്പെല്ലിംഗ്, കണക്കുകൂട്ടൽ, കുറയ്ക്കൽ, ഗുണനം, എഴുത്ത് തുടങ്ങിയ ലളിതവും കുട്ടികൾക്ക് ഉപയോഗപ്രദവുമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ബാക്കി അവർക്ക് വായിച്ചു കൊടുത്തും രസകരങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയും ചെയ്യിക്കുന്നു. പ്രായോഗികമായി മറ്റു പാഠങ്ങളൊന്നും തന്നെയുമില്ല. I have heard so much, I said, about the originality of your system. Miss Beam smiled. Oh yes, she said, I am coming to that. അതിന്റെ തനിമയെക്കുറിച്ച് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്, E.V. ലൂക്കാസ് പറഞ്ഞു. മിസ് ബീം ഒന്ന് പുഞ്ചിരിച്ചു. ഓ, അത് ശരി, അവർ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ തുടങ്ങുന്നത്. The real aim of this school is not to teach thought, but thoughtfulness, humanity, kindness and citizenship. That is the ideal I have always had, and happily there are parents good enough to trust me to try and put it into practice. Look out of the window a minute, will you? അങ്ങനെ മിസ് ബീം E.V. ലൂക്കാസിനോട് പറയാൻ വേണ്ടി തുടങ്ങി. ഈ സ്കൂളിന്റെ യഥാർത്ഥ ലക്ഷ്യം ചിന്തിക്കാൻ പഠിപ്പിക്കുകയല്ല, മറിച്ച് അന്യരുടെ ദുഃഖങ്ങളെക്കുറിച്ചുള്ള ചിന്ത, മനുഷ്യത്വം, ദയ, ശരിയായ പൗരധർമ്മം എന്നിവ പഠിപ്പിക്കുക എന്നതാണ്. എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ആശയം അതായിരുന്നു. ഭാഗ്യവശാൽ ആ ആദർശങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്നെ വിശ്വസിച്ച് കുട്ടികളെ ഇവിടെ ചേർക്കുന്ന മാതാപിതാക്കളുണ്ട്. ഒരു മിനിറ്റ് നേരം ജനലിന് വെളിയിലേക്ക് നോക്കാമോ? അവരെന്നോട് ചോദിച്ചു. I went to the window, which looked out on a large garden and playground at the back. What do you see? Miss Beam asked. I see some very beautiful grounds, I said.
and a lot of jolly children. But what surprises me and pains me too is that they are not at all healthy and active. As I came in, I saw one poor little thing being led about because of some trouble with her eyes. And now I can see two more in the same condition, while there is a girl with a crutch just under the window watching the others at play. She seems to be a hopeless cripple. Miss Beam laughed. വലിയൊരു ഉദ്യാനത്തിലേക്കും കളിസ്ഥലത്തേക്കും തുറക്കുന്ന ആ ജനലിന്റെ അരികിലേക്ക് ഞാൻ ചെന്നു. എന്താണ് കാണുന്നത്? മിസ് ബീം എന്നോട് ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞു, അതിമനോഹരമായ പ്ലേ ഗ്രൗണ്ട് എനിക്ക് കാണാം, പിന്നെ ഉല്ലാസത്തോടു കൂടിയ കുറെ കുട്ടികളെയും. പക്ഷേ എന്നെ അതിശയിപ്പിക്കുകയും അതേസമയം തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം അവർ ആരോഗ്യമില്ലാത്തവരും പ്രവർത്തനക്ഷമതയില്ലാത്തവരുമാണെന്നതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ണിന് എന്തോ കുഴപ്പമുള്ള ഒരു കുട്ടിയെ മറ്റൊരു കുട്ടി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. ഇപ്പോൾ അതേ അവസ്ഥയിലുള്ള രണ്ടുപേരെയും ജനാലയ്ക്ക് തൊട്ട് താഴെ ഊന്നുവടിയിൽ നിന്ന് മറ്റു കുട്ടികൾ കളിക്കുന്നത് കാണുന്ന ഒരു പെൺകുട്ടിയെയും. അവൾ തികച്ചും മുടന്തിയാണെന്നും തോന്നുന്നു. "Oh no," she said. "She is not lame really. This is only her lame day. Nor are those others blind. It is only their blind day." I must have looked very much astonished, for she laughed again. Miss Beam പറഞ്ഞു, "ഏയ് അല്ല, അവൾ ശരിക്കും മുടന്തിയല്ല. ഇത് അവളുടെ മുടന്ത അഭിനയമാണ്. മറ്റുള്ളവർ അന്ധരുമല്ല. ഇതവരുടെ അന്ധദിനം മാത്രമാണ്." ഞാൻ വളരെയധികം അതിശയിച്ചു പോയതായി അവർക്ക് തോന്നിയിരിക്കണം. കാരണം അവർ വീണ്ടും വീണ്ടും ചിരിച്ചു. There you have an essential part of our system in a nutshell. In order to get these young minds to appreciate and understand misfortune, we make them share in misfortune too. In the course of the term, every child has one blind day, one lame day, one deaf day, and one dumb day. During the blind day, their eyes are bandaged, and it is a point of honor not to peep. The bandage is put on overnight. They wake up blind. This means that they need assistance in everything, and other children are told to help them and lead them about. It is educative to both of them, the blind and the helpers. Miss Beam തുടർന്നു. ഞങ്ങളുടെ പദ്ധതിയുടെ സാരവത്തായ ഒരു ഭാഗം രത്നചുരുക്കമായി അവിടെയുണ്ട്. ജീവിതത്തിലെ ദുരവസ്ഥകളെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും പരസ്പരം പങ്കുവെക്കാനും അതവരെ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ പഠന കാലയളവിനുള്ളിൽ ഓരോ കുട്ടിക്കും ഒരു അന്ധദിനവും ഒരു മുടന്ത ദിനവും ഒരു ബധിര ദിനവും ഒരു മൂക ദിനവും ഉണ്ടായിരിക്കും. അന്ധദിനത്തിൽ അവരുടെ കണ്ണുകൾ മൂടിക്കെട്ടുന്നു. ഒരു ചെറു സുഷിരത്തിലൂടെ പോലും നോക്കാതിരിക്കുക എന്നത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. അന്ധതയുടെ എല്ലാ വിഷമങ്ങളും അനുഭവിക്കാനും മനസ്സിലാക്കാനും ഇതവരെ സഹായിക്കുന്നു. രാത്രി മുഴുവൻ അവർ കണ്ണുകൾ കെട്ടിയിരിക്കുകയും പിറ്റേന്ന് കണ്ണുകെട്ടി തന്നെ ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സഹായം ആവശ്യമായി വരികയും മറ്റു കുട്ടികളോട് അവരെ സഹായിക്കാനും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാനും പറയുന്നു. കണ്ണുകെട്ടിയ കുട്ടിക്കും സഹായിക്കുന്നവർക്കും ഇത് പ്രബോധനപരമാണ്. "Everyone is very kind," Miss Beam continued, "and it is really something of a joke. Although, of course, before the day is over, the reality of the disability becomes clear even to the least thoughtful. The blind day is, of course, really the worst. But some of the children tell me that the dumb day is the most frightening. There, of course, the child must use willpower only because the mouth is not bandaged. But come down into the garden and see for yourself how the children like it." Miss Beam തുടർന്നു. എല്ലാവരും വളരെ ദയാലുക്കളാണ്. ശരിക്കും വാസ്തവത്തിൽ ഇതൊരു കളിയാണ്. എന്നാലും ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞ ചിന്താശീലമുള്ളവർക്ക് പോലും ശാരീരിക വൈകല്യമുള്ളവർ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ യാഥാർത്ഥ്യം തീർച്ചയായും വ്യക്തമാകും. അന്ധദിനമാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളതെന്ന് ചില കുട്ടികൾ എന്നോട് പറയുന്നു. എന്നാൽ ചില കുട്ടികൾ പറയുന്നു മൂകദിനമാണ് അതിലും പ്രയാസകരം. എന്തെന്നാൽ വായ് മൂടിക്കെട്ടാത്തതുകൊണ്ട് അന്ന് കുട്ടി തീർച്ചയായും ആത്മനിയന്ത്രണം പാലിച്ചേ പറ്റൂ. കുട്ടികൾ അത് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പൂന്തോട്ടത്തിലേക്ക് വന്ന് നിങ്ങൾ തന്നെ കാണൂ, മിസ് ബീം തന്നോട് പറഞ്ഞു. Miss Beam led me to one of the bandaged girls, a little merry thing. "Here is a gentleman come to talk to you," said Miss Beam, and left us. കണ്ണുകെട്ടിയ
വളരെ ഹാപ്പിയായ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് മിസ് ബീം എന്നെ കൊണ്ടുപോയി. ഇതാ മാന്യനായ ഒരാൾ നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അവർ പോയി. ഡോണ്ട് യു എവർ പീപ്പ്, ഐ ആസ്ക്ഡ് ബൈ വേ ഓഫ് an opening. നിങ്ങൾ കണ്ണുമൂടി കെട്ടിയിരിക്കുന്നതിനിടയിലൂടെ നോക്കാറുണ്ടോ? ഒരു തുടക്കം എന്നോണം ഞാൻ അവളോട് ചോദിച്ചു. ഓ നോ, ഷി എക്സ്ക്ലെയിംഡ്, that would be cheating. But I had no idea it was so awful to be blind. You can't see a thing. One feels one is going to be hit by something every moment. Sitting down is such a relief. ഏയ് ഒരിക്കലുമില്ല, അവൾ പെട്ടെന്ന് ഉച്ചത്തിൽ പറഞ്ഞു. അത് ചതിയാകും. പക്ഷേ കണ്ണു കാണാൻ പാടില്ലാതാകുക എന്നത് ഇത്ര ദാരുണമാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഓരോ നിമിഷത്തിലും എന്തോ വന്നിടിക്കാൻ തുടങ്ങുന്നത് പോലെ തോന്നും. ഇരുന്നാൽ വളരെയധികം ആശ്വാസം തോന്നും. ആർ യുവർ ഗൈഡ്സ് കൈൻഡ് ടു യു? ഐ ആസ്ക്ഡ്. ഗൈഡുകൾ ദയവുള്ളവരാണോ? ഞാൻ അവളോട് ചോദിച്ചു. Pretty good. Not as careful as I shall be when it's my turn. Those that have been blind already are the best. It is terrible not to see. I wish you would try. Shall I lead you anywhere? I asked. ഗൈഡുകൾ നല്ലവർ തന്നെ. എന്നിരുന്നാലും എന്റെ ഊഴം വരുമ്പോൾ ഞാൻ കരുതുന്നത് പോലെ അത്ര ശ്രദ്ധയുള്ളവരായിരിക്കുകയില്ല. അന്ധദിനം നേരത്തെ തന്നെ നടത്തിയവരാണ് ഏറ്റവും നല്ലത്. കാണാൻ കഴിയില്ല എന്നത് ഭീകരം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാം, പെൺകുട്ടി എന്നോട് പറഞ്ഞു. ഞാൻ നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ? ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു. ഓ യെസ്, ഷീ സെഡ്. ലെറ്റ്സ് ഗോ ഫോർ എ ലിറ്റിൽ വാക്ക്. ഓൺലി യു മസ്റ്റ് ടെൽ മീ അബൌട്ട് തിങ്സ്. ഐ ഷാൽ ബി so glad when today is over. The other bad days can be half as bad as this. Having a leg tied up and hopping about on a crutch is almost a fun, I guess. Having an arm tied up is a little more troublesome because you have to get your food cut up for you and so on. But it doesn't really matter. And as for being deaf for a day, I shan't mind that. At least not much. But being blind is so frightening. My head aches all the time just from avoiding things that probably aren't there. Where are we now? ശരി, അവൾ പറഞ്ഞു. നമുക്കൊന്ന് നടക്കാം. നിങ്ങൾ വസ്തുക്കളെക്കുറിച്ച് പറയുക മാത്രം ചെയ്യണം. ഈ ദിവസം കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാവും. മറ്റുള്ള ചീത്ത ദിനങ്ങൾ ഇതിന്റെ പകുതി പോലും മോശമായിരിക്കുകയില്ല. ഒരു കാൽ മുകളിലേക്ക് കെട്ടിവെച്ച് ഊന്നുവടിയിൽ ചാടി നടക്കുന്നത് രസകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൈ മുകളിലേക്ക് കെട്ടിവെക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ ദിവസം ഭക്ഷണം സ്വയം എടുത്ത് കഴിക്കേണ്ടി വരും. പക്ഷെ അത് സാരമില്ല. പിന്നെ ചെവി കേൾക്കാൻ പാടില്ലാത്തതായി അഭിനയിക്കുന്നത് അത് ഞാൻ അത്ര വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ കണ്ണു കാണാൻ പാടില്ലാതിരിക്കുക എന്നത് വളരെ ഭീകരമാണ്. മുമ്പിലില്ലാത്ത വസ്തുക്കളെ ഒഴിവാക്കിക്കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് തല വല്ലാതെ വേദനിക്കുന്നു. Where are we now? In the playground, I said, going towards the house. നമ്മളിപ്പോൾ എവിടെയാണ്? പെൺകുട്ടി ചോദിച്ചു. കളിസ്ഥലത്ത്. ഞാൻ അവളോട് മറുപടി പറഞ്ഞു. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Miss Beam is walking up and down the terrace with a tall girl. What has the girl got on? My companion asked me. A blue skirt and a pink blouse. I think it's Millie, she said. What color is her hair? Very light, I said. Yes, that's Millie. She's the head girl. She's very decent. There is an old man tying up roses, I said. Yes, that's Peter. He's the gardener. He's hundreds of years old. And here comes a dark girl in red on crutches. Yes, she said, that's Beryl. Miss Beam ആ സമയം പൊക്കമുള്ള ഒരു പെൺകുട്ടിയോടൊപ്പം ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ആ പെൺകുട്ടി എന്താണ് ധരിച്ചിരിക്കുന്നത്? എന്റെ സഹചാരി ചോദിച്ചു. ഒരു നീല സ്കേർട്ടും പിങ്ക് ബ്ലൗസും. അത് മില്ലി ആയിരിക്കും, അവൾ പറഞ്ഞു. അവളുടെ തലമുടിയുടെ നിറം എന്താണ്? ചെമ്പൻ നിറമാണ്, ഞാൻ പറഞ്ഞു. അതെ, അത് മില്ലിയാണ്. അവളാണ് പ്രധാനി. അവൾ വളരെ മാന്യയാണ്. അവിടെ പ്രായമായ ഒരാൾ റോസാപ്പൂക്കൾ കെട്ടുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു. അതാണ് പീറ്റർ. അയാൾ തോട്ടക്കാരനാണ്. അയാൾക്കൊരു 100 വയസ്സെങ്കിലും കാണും. ചുവന്ന ഡ്രസ് അണിഞ്ഞ ഒരു ഇരുണ്ട പെൺകുട്ടി ക്രച്ചസിൽ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞു. അതെ, അതാണ് ബെറിൽ, അവൾ എന്നോട് മറുപടി പറഞ്ഞു. And so we walked on, and in guiding this little girl about, I discovered that I was many times more thoughtful already than usual.
I also realized that having to describe the surroundings to another makes them more interesting. When Miss Beam came to release me, I was so sorry to go. I walked back to the town, murmuring incorrectly as ever the lines, "Can I see another's woe and not share their sorrow too? Oh no, never can it be, never never can it be." ഇങ്ങനെ ഞങ്ങൾ നടന്നു. ആ പെൺകുട്ടിക്ക് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് ഞാൻ സാധാരണ ചിന്തിക്കാറുള്ളതിനേക്കാളേറെ ചിന്തിച്ചു എന്നെനിക്ക് തന്നെ മനസ്സിലായി. ചുറ്റുപാടുകളെക്കുറിച്ച് മറ്റുള്ളവരോട് വിവരിക്കുന്നത് അവരിൽ കൂടുതൽ താല്പര്യമുണർത്തുമെന്നും എനിക്ക് മനസ്സിലായി. എന്നെ യാത്രയാക്കാൻ മിസ് ബീം വന്നപ്പോൾ പോകാൻ എനിക്ക് വിഷമം തോന്നി. താഴെ പറയുന്ന വരികൾ എന്നത്തെയും പോലെ തെറ്റായി പിറുപിറുത്തുകൊണ്ട് ഞാൻ നഗരത്തിലേക്ക് തിരിച്ചു നടന്നു. മറ്റുള്ളവരുടെ വേദനകൾ കാണുവാൻ എനിക്ക് സാധിച്ചുവോ? അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാൻ എനിക്ക് സാധിച്ചുവോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിനകത്ത് ഓൾ പ്രസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. ടേക്ക് കെയർ. ബൈ.